പ്രപഞ്ചത്തിനാകവേ ഉജ്ജ്വല ഭാസ്കരനായ ഗുരു നിൻ കൃപാരശ്മികൾ തൂകിയെന്നുള്ളിലേ കൂരിരുൾ നീക്കുക ദേവഗുരു നിൻ കൃപാരശ്മികൾ തൂകിയെന്നുള്ളിലേ കൂരിരുൾ നീക്കുക ദേവഗുരു നിൻ കൃപാരശ്മികൾ തൂകിയെന്നുള്ളിലേ കൂരിരുൾ നീക്കുക ദേവഗുരു വന്ദനം ശ്രീ ഗുരു ദേവി ഭക്തോത്തമ ലോകൈക വന്ദ്യനാം യോഗീശ്വര ലോകൈക വന്ദ്യനാം യോഗീശ്വര ലോകൈക വന്ദ്യനാം യോഗീശ്വര. ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് എനിക്കധികം പ്രസംഗിക്കാനോ പറയാനൊന്നും അറിയില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ വരുന്ന 2 വരി പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്കൊന്നും അറിയാതെ എന്താ പറയുക, ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. അത്യാവശ്യം വിദ്യാഭ്യാസമേ ഉള്ളൂ എനിക്ക്. എന്നിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കണ്ടെത്തി ഇന്ന് ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം സപ്താഹത്തിനായി എന്നെ കൊണ്ടുപോയി എന്നെ ഭാഗവതം പഠിപ്പിച്ച് എന്നെ എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്ന ഒരു ചെറിയ ഒരു കഴിവ് എന്നിൽ കണ്ടെത്തിയത് എൻ്റെ ആചാര്യനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, ഭഗവാൻ ദീർഘായുസ്സിട്ട് കൊടുക്കട്ടെ എന്ന് സർവീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചൊല്ലിയ ഈ കവിത അദ്ദേഹത്തിൻ്റെ തൃക്കാൽക്കിലേക്ക് സമർപ്പിക്കുന്നു. പക്ഷേ എനിക്ക് ആ ചുമതലയ്ക്ക് അപ്പുറം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അല്പം പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ശ്രദ്ധിച്ചത് 2 പടങ്ങളിലായി. ഒന്ന് എൻ്റെ ഗുരുനാഥൻ കൂടിയായ PC വാസുദേവൻ ഇളയതിൻ്റെ ഒരു ചിത്രം, മറ്റൊന്ന് അതിന് തൊട്ടടുത്തിരിക്കുന്ന വേട്ടേക്കരൻ്റെ ചിത്രം. ഈ വേട്ടേക്കരനും കാക്കശ്ശേരിയിലുള്ള ഇളയത് മാസ്റ്ററുടെ ഇല്ലവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം. ഇപ്പോഴാ വേട്ടേക്കരൻ്റെ ക്ഷേത്രത്തിൽ അവർ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വേട്ടേക്കരൻ്റെ ചിത്രത്തെ ഓർത്തത്, എന്തുകൊണ്ടാണ് ഇളയത് മാഷി ചിത്രത്തെ ഓർത്തതെന്ന് ചോദിച്ചാൽ, കുട്ടിക്കാലം മുതൽ ഈ ചന്ദ്രൻ്റെയും അതുപോലെ ചന്ദ്രൻ്റെ സഹോദരന്മാരുടെയും സഹോദരിമാരും ഇവിടെ ഇരിക്കേണ്ട നോക്കിയിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ബാല്യകാലം നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തൊട്ടടുത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ബാല്യം എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് വ്യക്തമായി അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അവിടെ പൈതൃകമായി ലഭിച്ച 2 കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കണം. ഇളയത് മാസ്റ്ററുടെ അച്ഛൻ, ഞങ്ങളൊക്കെ പറയണ കൊച്ചുണ്ണി ഇളയത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്. ആ അച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം പാവർട്ടി സംസ്കൃത ദീപിക അന്ന് ആയിട്ടില്ല, ആ സംസ്കൃത ദീപിക ആയിട്ടില്ലെങ്കിലും അവിടെ കുടിപ്പള്ളിക്കൂടം എന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നപ്പോൾ അവിടെ അധ്യാപകനായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് പ്രശസ്ത പണ്ഡിതനായ PC വാസുദേവൻ ഇളയത്. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളാണ് PC ചന്ദ്രശേഖരൻ ഇളയത്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും PC മുരളി മാധവനുണ്ട്, PC നാരായണനുണ്ട്, PC ശ്രീകൃഷ്ണനുണ്ട്. ഇവരെല്ലാവരും ഇന്ന് വളരെയേറെ പ്രസിദ്ധമായ രീതിയിൽ ഭക്തിയുടെ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്തി എവിടുന്നാണ് കിട്ടിയത് ചോദിച്ചാൽ പൈതൃകമായി ലഭിച്ചതാണ് ഇളയത് മാസ്റ്റർക്ക് ഈ ഭക്തി, ഇളയതിന് ഈ ഭക്തി എന്ന് പറയാതെ വയ്യ. സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവിടെ നിന്ന് ധാരാളമായി ഉയർന്നു കേട്ടിരുന്ന ഭജനകൾ, ആ സ്തോത്രകാവ്യം എഴുതിയതിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇളയത് മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് അത് ഭജനയുടെ രൂപത്തിൽ മനോഹരമായി ഉടുക്കൊക്കെ കൂട്ടി പാടി
ഏതാണ്ട് ഒരു 10-11 മണി വരെ ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഇങ്ങനെ ഭജനയുടെയും വായനയുടെയും ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും ഒരന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ടാണ് പിൽക്കാലത്ത് ശ്രീമാൻ ഇളയതിന്, ഈ ചന്ദ്രശേഖരൻ ഇളയതിന് ഇങ്ങനെ ഭക്തിയുടെ മാർഗത്തിൽ പോകാൻ തോന്നിയത്. ഇളയതിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊക്കെ ഭക്തിയുടെ മാർഗത്തിലേക്ക് പോകാനാ തോന്നിയത്. മൂത്ത മകൻ PC വാസുദേവൻ ഇളയത് എന്ന് ഞങ്ങളൊക്കെ ദേവൻ എന്ന് പറയുന്ന ഇളയത് FACTയിലെ ജോലിക്ക് ശേഷം ഇപ്പൊ ഭാഗവത സപ്താഹത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണ്. PC നാരായണൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പുത്രൻ ഇതേപോലെ ഭാഗവത സപ്താഹത്തിന് വേണ്ടി ജോലി പോലും രാജിവെച്ച് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷില്, സംസ്കൃതത്തില്, ഹിന്ദിയില്, മലയാളത്തിൽ. അതിന്റെ പിൻഗാമിയായിട്ട് ദേവസ്വത്തിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ചും ശ്രീ PC ചന്ദ്രശേഖരൻ ഇളയത് ഇപ്പോൾ സപ്താഹത്തിന്റെ മാർഗത്തിൽ, അത് സൗന്ദര്യലഹരിയായാലും ഏതായാലും വേണ്ടില്ല. അപ്പൊ ഈയിടെ എന്നോട് പറഞ്ഞത്, ഞാൻ ശിവപുരാണം സപ്താഹമായിട്ടാണോ നവാഹമായിട്ടാണോ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല 18 പുരാണങ്ങളും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ശാരീരികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് എന്നോട് പറഞ്ഞു. ഓരോ മാസവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു ടെസ്റ്റിൽ ഒരു പ്രശ്നവും ഇല്ല. കാരണം ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് എന്ന് വരുമ്പോൾ പിന്നെ എന്ത് രോഗബാധയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സപ്താഹം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമെങ്കിലും കേൾക്കാത്തവരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ആവേശമാണ്. അതായത് സപ്താഹവേദിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വയം ആവിഷ്ടനായിട്ട്, ഏതാണ്ട് ഈ ഗാനമീശ വിരതംക്രമേണാന്ന് നാരായണീയത്തിലൊക്കെ പറയണ പോലെ ഒരു ഭക്തിയുടെ ഉന്മാദ അവസ്ഥയിലെത്തിയിട്ട് നമ്മെയും ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തന്റെ പ്രഭാഷണങ്ങളെ ഭാവസുന്ദരമാക്കാൻ കഴിയുന്ന ഒരാളാണ് ശ്രീ ഇളയത് എന്ന് എല്ലാവർക്കും അറിയാം. നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്ന ആളുമാണ് ഇളയത് മാസ്റ്റർ. അപ്പോൾ നല്ല അധ്യാപകനാണ്, നല്ല പ്രഭാഷകനാണ്, നല്ല പണ്ഡിതനാണ്, നല്ല ഭക്തനാണ്. ഇങ്ങനെ പല നിലയിലും പൈതൃകമായി ലഭിച്ച അദ്ദേഹത്തിൻ്റെ ഭക്തി വളർന്ന് നമ്മെല്ലാം അനുഗ്രഹിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് 60 തികയാണ്. 60 തികയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാറുണ്ട് ജ്യോത്സ്യന്മാർ. ജനിച്ച സമയത്തെ ഗ്രഹസ്ഥിതി വരുന്ന സമയമാണത്ര ഇത്. നമ്മൾ ജനിക്കുമ്പോൾ ഒരു ഗ്രഹസ്ഥിതിയുണ്ട്. ആ ഗ്രഹസ്ഥിതി വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വരിക 60ാമത്തെ വയസ്സിലാണെന്നാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരർത്ഥത്തിൽ ഒരു പുതിയ ജനനമാണ് ഈ ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ. ആ പുതിയ ജനനം പുതിയ യൗവനത്തിലേക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശിസ്സുകളും പെരുന്തട്ട പരമശിവനും ഗുരുവായൂരപ്പനും മമ്മിയൂരപ്പനും സാക്ഷാൽ ഉപാസനാമൂർത്തിയായ വേട്ടേക്കരനും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയ സുഹൃത്ത്, സ്നേഹിതൻ, കുടുംബബന്ധു, എക്കാലത്തെയും എൻ്റെ ഏറ്റവും വലിയ ഗുരുനാഥന്മാരിലൊരാളായ ഇളയത് മാഷയുടെ മകൻ, ഞാൻ എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരമ്മയുണ്ട്. ആ അമ്മയുടെ വാത്സല്യനിധിയായ അമ്മയുടെ പുത്രൻ. അങ്ങനെ ഈ ശ്രീ PCC ഇളയത് അല്ലെങ്കിൽ PC ചന്ദ്രശേഖരൻ ഇളയെന്നൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ചന്ദ്രൻ എന്ന് വിളിച്ച് ശീലിക്കുകയും പിന്നെ ചന്ദ്രൻ എന്ന് മാത്രം വിളിക്കുകയും ചെയ്ത ഒരു സുഹൃത്തിൻ്റെ 60ാം പിറന്നാൾ ഇവിടെ നമ്മൾ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ആഘോഷിക്കുമ്പോൾ ഈശ്വര ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ധന്യത, സാഫല്യമാണ് എന്നെ ഏറ്റവും അധികം നിർവൃതി കൊള്ളിക്കുന്നത്. മറ്റൊരു അത്ഭുതം, ഇപ്പോൾ ആരെങ്കിലും ഈ ഹാളിൽ വന്ന് നോക്കിയായിരിക്കാം. ആരെങ്കിലും ഈ ഹാളിൽ വന്ന് നോക്കുമ്പോൾ ചോദിക്കുന്നത് എന്താ ഇവിടെ നടക്കേണ്ടത്? അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തായ ഗുരുനാഥനായ ശ്രീ PCC ഇളയൻ്റെ ഷഷ്ടിപൂർത്തിയാണ്. ഉടനെ വരുന്ന ചോദ്യം, ഇപ്പം ഹർത്താൽ കഴിഞ്ഞോ? ഇല്ലേ, ഹർത്താൽ കഴിഞ്ഞില്ല. ഇവിടെ ഇത് നോക്കിയപ്പോൾ ഹർത്താൽ കഴിഞ്ഞു തോന്നുമല്ലോ. ഇന്നത്തെ ദിവസം ഇവിടെ ഈ നിറഞ്ഞ സദസ്സ് ഒരു അത്ഭുതമാണ്, വിസ്മയമാണ്. അതിൻ്റെ പിന്നിൽ
യാതൊരു സംശയമില്ല ഗുരുവായൂരപ്പൻ്റെ കാരുണ്യവും ഗുരുജനങ്ങളുടെ വാത്സല്യവും ആണ്, അനുഗ്രഹവുമാണ് ഇതിന് കാരണം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, എനിക്ക് ഈ അത്ഭുതം, ഈ വിസ്മയം നേരത്തെ തോന്നിയതാ. തത്വകലശാഭിഷേകത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ ഉള്ള ജനത്തിരക്ക് കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തു അവിടെ, എന്തായാലും ഹർത്താൽ ഗുരുവായൂർ വരെയുള്ളൂ, ഗുരുവായൂർക്ക് ഇങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചിട്ടില്ല ഗുരുവായൂർ, അത്ര തിരക്കായിരുന്നു. അതൊരു വിസ്മയം. മറ്റൊന്ന് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഇപ്പോൾ അസാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ആചാര്യന്മാരുടെ ആചാര്യനുണ്ട്. രാധാകൃഷ്ണ മാഷ് ഇവിടെ സൂചിപ്പിച്ച എക്കാലത്തെയും ഗുരുനാഥനായ, ഏവരുടെയും ഗുരുനാഥനായ ഇളയത് മാഷ്, ശ്രീ PC വാസുദേവൻ ഇളയത് മാഷ്. ഇളയത് മാഷുടെ പുത്രനാണ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇനി ഒന്നും പറയണ്ടെന്ന് പറയും. ആഞ്ഞൻ തിരുമേനി പറയാറുണ്ട്, തിരുനാമാചാര്യം പറയാറുണ്ട്, ഇദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ തിരുമേനി പറയും ഇനി ഒന്നും പറയണ്ട, എല്ലാം അതിലടങ്ങി. അതുപോലെ ചന്ദ്രൻ്റെ ഏറ്റവും വലിയ ജന്മസാഫല്യം ഇങ്ങനൊരു അച്ഛൻ്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞു, ഇങ്ങനൊരു അമ്മയുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഈ ഇളയത് മാഷെ പറ്റി ആവർത്തിച്ച് പറയുന്നത്, മാഷയുടെ പല സ്വഭാവ സവിശേഷതകളും വാത്സല്യവും കാരുണ്യവും സ്നേഹവും മമതയും ഒക്കെ നേരിട്ടറിയാനുള്ള അപൂർവ ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ്. പണ്ഡിതന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല വിനയം, പാണ്ഡിത്യത്തിൻ്റെ കൂടപ്പിറപ്പല്ല വിനയം. പക്ഷേ ഇളയത് മാഷിൽ നിന്ന് ഞങ്ങളൊക്കെ പഠിച്ചത്, ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഒരു ഉദാഹരണം പറയാം. ഭക്തപ്രിയയുടെ മാഷ് ഇപ്പോൾ ഉള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിദ്ധീകരണമായ ഭക്തപ്രിയയുടെ പത്രാധിപ സമിതി യോഗത്തിൽ അതിൻ്റെ അംഗങ്ങളായ മഹാകവി അക്കിത്തം, ഇളയത് മാഷ്, അതുപോലെ തന്നെ ഗുരുവായൂരനായ ഷാരോടി മാഷ്, ശ്രീധര വാര്യർ, ജഡ്ജി ശ്രീധര വാര്യർ, മഹാകവി അക്കിത്തം, പ്രൊഫസർ എം ലീലാവതി, പിന്നെ ഞങ്ങൾ കുറേ ശിഷ്യന്മാർ, ഇവരെല്ലാവരും അടങ്ങിയ പത്രാധിപ സമിതി യോഗത്തിൽ ഈ ഇളയത് മാഷും ഷാരോടി മാഷും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിൻ്റെ, ബഹുമാനം എന്നാണോ പറയാറില്ല, പരസ്പര സ്നേഹത്തിൻ്റെ എത്രയോ രംഗങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഭക്തപ്രിയൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണാൻ ബുദ്ധിമുട്ടായ ചില സ്വഭാവവിശേഷങ്ങളാണ്. ഭക്തപ്രിയയുടെ പത്രാധിപ സമിതി യോഗത്തിൽ അടുത്ത മാസികയിലേക്ക് ഒരു ലേഖനം എഴുതി കൊണ്ടുവന്നാൽ, ഷാരോടി മാഷാണ് കൊണ്ടുവന്നെങ്കിൽ മാഷ് എല്ലാവരും കേൾക്കച്ചിൽ പറയും, ഇളയതേ ഇതൊന്ന് നോക്കിയിട്ടാണ് കൊടുത്തേക്കും. സത്യം പറഞ്ഞാൽ ഷാരോടി മാഷ ഒരു ലേഖനം എഴുതി ആരും നോക്കണ്ട, നേരെ അച്ചടിക്കാൻ കൊടുക്കാം. പക്ഷെ ഷാരോടി മാഷക്ക് അത് പൂർണ്ണ സംതൃപ്തി വരണമെങ്കിൽ ഇളയത് മാഷ ഒന്ന് വായിച്ചു നോക്കണം. ഇത് പറയേണ്ട താമസം ഇളയത് മാഷും പറയും, ഷാരോടി ഒരു ലേഖനം ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്, ഷാരോടി ഇതൊന്ന് ഓടിച്ചു നോക്കിയിട്ട് കൊടുത്തോളൂ. ഞാൻ ലീലാവതിച്ചോട് പറയാറുണ്ട്, എന്നാ ഈ വിനയം നമുക്കുണ്ടാവുക? അരക്കവിത എഴുതുമ്പോഴേക്കും മഹാകവി ആവുന്ന ആളുകളാണെന്ന്. അരക്കവിത എഴുതിയിട്ടുണ്ടാവുള്ളൂ, അരക്കഥ എഴുതിയിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്കും പറയാം മഹാകവി എന്നാളെന്നൊക്കെ പറയും. പണ്ഡിത സാർവഭൗമൻ നമ്മൾ കേട്ട് ചില രാമേട്ടൻ പെട്ടുണ്ട്, കീർത്തനമേട്ടൻ പെട്ടൻ, രാമേട്ടൻ ഞങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാറുള്ളതാണ്. ഒരു തായമ്പക അതിൽ ഒരു മേളം കൊട്ടാറായിട്ടേ ഉള്ളൂ, കഷ്ടിച്ചൊരു മേളം കൊട്ടാം ഒരു മാരാര്. പക്ഷെ പത്രത്തിലൊക്കെ വരിക പഞ്ചാരി മേളവാദ്യ കലാനിധി. ഈശ്വര അവിടേക്കൊക്കെ എത്തണമെങ്കിൽ ഇയാൾ കാലത്ര കഴിയണം. അപ്പം അതുപോലെയുള്ള ആളുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സദസ്സിൽ വിനയം കൊണ്ട് നമുക്കൊക്കെ മാതൃകയായിട്ടുള്ള ഒരച്ഛൻ ഇളയത് മാഷ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം ഇതാണ്. വിനയമാണ് വിദ്യയുടെ കവചം അദ്ദേഹം പറയാറുണ്ട്. ഏത് വിദ്യയുടെ ആയാലും കവചം, എൻ്റെ രക്ഷാകവചം വിനയമാണ്.
മറ്റൊന്ന് ഭക്തി. ഇവിടെ മാഷ് പറഞ്ഞല്ലേ വനമാല വ്യാഖ്യാനം നാരായണീയത്തിൻ്റെ, മാഷ് ഒറ്റയ്ക്കല്ല, എങ്കിലും നാരായണീയത്തിന് അതുപോലൊരു വ്യാഖ്യാനം ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത കാലത്തൊന്നും ഉണ്ടാവും തോന്നില്ല. ഒരു മംഗളം ആശംസിച്ചുകൊണ്ടൊരു കവിത വായിക്കും. ജഗതി സുഹൃതിലോകയർനന്ദിതാനന്ദിതാശ കളവിരണിതവംശീഭാസമാന സമാന പശുപയുപതി ഭോഗ്യ ദേവതാ ദേവതാസ സജല ജലദപാളി മേചകാസ്തു. ഇന്ന് ഏറ്റവും പുണ്യമേറിയ ഒരു സുദിനമാണ്. ഏട്ടനെ പറ്റി പലരും ഇവിടെ പുകഴ്ത്തി പറയൽ കഴിഞ്ഞു. എനിക്ക് അത്രയൊന്നും വർണ്ണിക്കാനുള്ള പാണ്ഡിത്യം ആർക്കുമില്ല. പക്ഷേ ഏട്ടൻ്റെ സപ്താഹം ഒരു പ്രാവശ്യം എനിക്ക് 7 ദിവസം തുടർച്ചയായിട്ട് കേൾക്കാനുള്ളൊരു